മഹത്വം. നമ്മുടെയൊക്കെ ഭവനത്തിനകത്ത് അനവധി പാത്രങ്ങളുണ്ട്. ചില പാത്രങ്ങൾ ഷോക്കേസിലും തീന്മേശയിലും ഒക്കെ സ്ഥാനം പിടിക്കുമ്പോൾ അവയ്ക്ക് സൗന്ദര്യമുണ്ട്, ആകർഷണീയതയുണ്ട്, മറ്റുള്ളവരുടെ എല്ലാം നോട്ടം അവരുടെ മേലുണ്ട്. എന്നാൽ ചില പാത്രങ്ങൾ അടുക്കളയിലാണ്. അത് കരി പുരണ്ട് ആരാലും ആകർഷിക്കപ്പെടാതെ ഒരു സൗന്ദര്യമില്ലാതെ മറ്റുള്ളവരാൽ ത്യജിക്കപ്പെട്ട ചില പാത്രങ്ങളാണ്. അവയ്ക്കൊരിക്കലും മുൻവശത്തേക്ക് വരുവാനായിട്ട് കഴിയുകയില്ല. ഒരു കാര്യം നാം പറയട്ടെ, ഇലകളിൽ പോൽ വേണമെങ്കിലും ആഹാരം നമുക്ക് കഴിക്കാം. പക്ഷേ ഈ കരിപുരണ്ട പാത്രമില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ആഹാരം കഴിക്കുവാനായിട്ട് കഴിയില്ല. ഈ കരിപുരണ്ട പാത്രങ്ങൾ എത്ര നേരത്തെ ചൂട് അനുഭവിക്കുന്നു, എത്ര നേരത്തെ ആവിയും പൊള്ളലും അതിനകത്തുണ്ടാകുന്നു. ഇതെല്ലാം സഹിച്ച് അത് കഴിയുമ്പോൾ ഒരു മനുഷ്യന് പോലും അതിനോട് ദയ തോന്നാറില്ല. ഈ പകൽക്കാലം നമ്മൾ മനസ്സിലാക്കണം, പലപ്പോഴും കരിപുരണ്ട പാത്രം ഇല്ല എങ്കിൽ ഒരിക്കലും ഈ ഷോക്കേസിലിരിക്കുന്ന തീന്മേശയിലിരിക്കുന്ന പാത്രത്തിന് ഒരു വിലയും ഉണ്ടാകാറില്ല എന്നുള്ളതാണ്. ആഹാരം ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ മറ്റുള്ള മുമ്പാകെ അത് വയ്ക്കുമ്പോൾ മാത്രമാണ് അതിന് വില ഉണ്ടാകുന്നത്. അങ്ങനെ വില ഉണ്ടാകണമെങ്കിൽ ഈ കരിപുരണ്ട പാത്രം നിശ്ചയിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മളെ കാണാൻ ആരുമില്ല, അറിയാൻ ആരുമില്ല, നമ്മളോട് സംസാരിക്കാൻ ആരുമില്ല, എല്ലാവരും ത്യജിക്കപ്പെട്ട് എല്ലാവരും മറക്കപ്പെട്ട് ഒരു വിലയുമില്ലാത്ത ചിലതാണെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഉണ്ട് എങ്കിൽ മാത്രമേ മറ്റുള്ളതിന് വിലയുണ്ടാകാറുള്ളൂ. പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് വിലയുണ്ടാകാറുള്ളൂ. പ്രസംഗിക്കുന്നവർക്ക് വിലയുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കുന്നവർക്ക് ഒരിക്കലും വില കാണുവാനായിട്ട് കഴിയില്ല. പ്രസംഗിക്കുന്നത് ശരിയായ നിലയിൽ പ്രസംഗിക്കണമെങ്കിൽ കരിപുരണ്ട ഈ പാത്രങ്ങൾ ശരിയായ നിലയിൽ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. സ്നേഹിത, ഒരുപക്ഷെ എല്ലാവരും ത്യജിക്കപ്പെട്ടും വ്യസനഹേതുവായും സന്തോഷമില്ലാത്ത അനുഭവത്തിലൂടെ ആരും എന്നെ സഹായിക്കാനില്ല, ആരും എന്നെ സംരക്ഷിക്കാനില്ല എന്നൊക്കെ ഒരുപക്ഷെ ജീവിതത്തിനകത്ത് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ നാം മനസ്സിലാക്കുക, യേശുക്രിസ്തു തന്നെ കനാവിലെ കല്യാണത്തിന് പുറംപറമ്പിലിരുന്ന കൽപ്പാത്രത്തെയാണ് അവൻ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെള്ളം നിറച്ച് വീഞ്ഞാക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതവും ഒരിക്കൽ വീഞ്ഞിൻ്റെ അനുഭവത്തിലേക്ക് വരും. നമ്മളാണ് വിലയുള്ളവർ. മറ്റുള്ളവർ ത്യജിക്കട്ടെ, പക്ഷെ ദൈവത്തിന് നമ്മെ വേണം. നമ്മളെ അവൻ മാനപാത്രമായിട്ട് ഉപയോഗിക്കാനായിട്ട് ഇടയായിത്തരും. അതുകൊണ്ട് സങ്കടപ്പെടേണ്ട, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവൻ്റെ കണ്ണ് നമ്മുടെ മേലുണ്ട്, അവൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്, അവൻ്റെ വാ നമ്മോട് കൂടെയുണ്ട്. നമ്മളെ ഉപയോഗിക്കും. ഒരിക്കൽ നമ്മളെ തീർച്ചയായിട്ടും നമ്മളെ കലവറയിൽ കൊണ്ടുവന്ന് നമ്മളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു സമയം നമുക്ക് വേണ്ടി കർത്താവ് വെച്ചിട്ടുണ്ട്. ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ സമയം നമ്മുടെ സമയമാണ്. നമ്മളുണ്ടെങ്കിലേ മറ്റുള്ളവരുള്ളൂ, നമ്മളുണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് വിലയുള്ളൂ എന്ന് മനസ്സിലാക്കി നമുക്ക് സന്തോഷത്തോടെ കഷ്ടതയും സങ്കടവും സഹിക്കാം. ദൈവം വരാറായി. തീർച്ചയായും നമ്മളെ മാനിക്കുന്നൊരു കർത്താവുണ്ട്. അതിനായി നമ്മുടെ ഭയങ്ങളും സന്തോഷവും സന്താപവും സങ്കടങ്ങളെല്ലാം മാറ്റിവെച്ച് കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.